അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ വയ്യാത്ത സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ ഒരുപാട് കറികളും ഉപ്പേരിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്കത് മാത്രം പോരെ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അച്ചാറുകൾ പല തരത്തിലുണ്ട്. അതിൽ തന്നെ നമ്മുടെ ആ ഒരു ചോറിൻ്റെ കൂടെ ബീഫ് അച്ചാറായാലും എങ്ങനെ ഇരിക്കും, അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലും നെയ്യും ഒക്കെ കളഞ്ഞിട്ട് നല്ല പീസ് മാത്രം എടുത്തിട്ടുള്ള ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലപ്പൊടി ഇവ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ചതിന് ശേഷം ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനൊക്കെ വെളിച്ചെണ്ണ എടുക്കാത്തതാണ് നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോൾ അച്ചാറാണല്ലോ, അതൊക്കെ നമുക്ക് കുറേ ദിവസമൊന്നും കേടുകൂടാതെ ഇരിക്കില്ല. അച്ചാർ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാറിപ്പോവും. അപ്പോൾ ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ആ ഒരു ബീഫിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വറുത്ത് കോരി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ആ ഒരു സെയിം ഓയിലിൽ തന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നീളത്തിൽ നെടുകെ കീറുന്നൊന്നുമില്ല, രണ്ടായിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. ആ ഒരു പച്ചമുളകിൻ്റെ പച്ച കളറൊക്കെ മാറിയിട്ട് കണ്ടില്ലേ, ഈ ഒരു ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കുറച്ചൊരു 10-15 അല്ലിയോളം വെളുത്തുള്ളി നല്ല വലിയതാണ്, അതുകൊണ്ട് ഒരു 2-3 നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം വറുത്തിട്ട് അതും കോരി മാറ്റുക. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവാകുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടും എടുത്തിട്ട് ആ ഒരു സെയിം ഓയിൽ തന്നെ ബാക്കി വന്നിട്ടുള്ള ഓയിലിൽ കുറച്ചധികം കറിവേപ്പില കൂടുതൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു കറിവേപ്പിലയും ഇതുപോലെ തന്നെ അതിനെ ഒന്ന് മൊരിച്ചിട്ട് അതും കോരി മാറ്റുക. ഇനി നമുക്ക് ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല. ബാക്കി ഓയിൽ മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു സെയിം പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കുറച്ച് മതിയാകും, ബീഫാണല്ലോ, അപ്പോൾ ഉലുവ അത്രയും മതിയാകും. ഇനി അതും ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും പിന്നെ നല്ല കളറ് നമ്മുടെ ആ ഒരു അച്ചാറിന് കിട്ടാൻ കുറച്ച് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല പൊടിയും അച്ചാർ പൊടിയും പിക്കിൾ പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കുക. ആ ഒരു ഓയിൽ കിടന്നിട്ട് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ഇതുവരെ ആ ഒരു ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ, ഉപ്പിട്ടിട്ടില്ല. ഈ ഒരു സമയത്ത് അച്ചാറിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ചില്ലിൻ്റെ ബോട്ടിലാകുമ്പോൾ കൂടുതൽ കാലം നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ അറിയാലോ, അച്ചാറൊക്കെ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാതെ നല്ല കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കേടുകൂടാതിരിക്കും. പിന്നെ ഇത് ഓൾറെഡി ബീഫ് അച്ചാറാണല്ലോ, ബീഫ് അച്ചാറൊക്കെ നമുക്ക് കുറേ കാലമൊന്നും എന്തായാലും എത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചിട്ട് പാത്രം കാലിയാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ നമ്മൾ ബീഫ് നല്ലോണം മൊരിയിച്ചിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിനാഗിരിയൊക്കെ പിടിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടില്ല, ആ ഒരു വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു ഉരലുണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ചതച്ച് കൊടുത്തിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഫിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം വിനാഗിരിയും മസാലപ്പൊടിയൊക്കെ പിടിച്ച് കിട്ടിക്കോളും. ഇതുവരെ ബീഫ് പിക്കിൾ കഴിക്കാത്തവരുണ്ടെങ്കിലും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ വളരെ എളുപ്പത്തിൽ ബീഫ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പിക്കിളാണിത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഓളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനിലൂടെ കിട്ടിക്കോളും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.